അഡ്വക്കേറ്റ് എ ജയശങ്കറിലേക്ക്. മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് ഞാൻ ജനങ്ങളുടെ ദാസനാണ് എന്നാണ്. അതേ മുഖ്യമന്ത്രി തന്നെ പഴയ രക്ഷാപ്രവർത്തനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. SFI ഇടിമുറി കൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമല്ലെന്ന് ആവർത്തിച്ചു പറയുന്നു, അവരെ ന്യായീകരിക്കുന്നു. ശരിക്കും മുഖ്യമന്ത്രി ദാസനോ വിജയനോ? അഡ്വക്കേറ്റ് ജയശങ്കർ കേൾക്കാമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇതേ ചോദ്യത്തിന് ഉത്തരം. അതെ, മുഖ്യമന്ത്രി ദാസനോ വിജയനോ എന്ന ചോദ്യം നന്നായിട്ടുണ്ട്. അദ്ദേഹം രണ്ടുമാണ്. അദ്ദേഹം പിണറായി വിജയൻ എന്നൊരു കാലമുണ്ട്, ഒരു വശമുണ്ട്. അത് ഇപ്പോൾ പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യപരമായി ശരിയാണ്, താൻ ജനങ്ങളുടെ ദാസനാണ് എന്ന് പറയുന്നതും. ഇവിടെ ഭരണാധികാരി, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ദൈവമാണ്, ദൈവദത്തമായ അധികാരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി വരെയുള്ള ഒരു നാടാണിത്. അവിടെ ജനങ്ങളുടെ അംഗീകാരത്തോടെ അധികാരത്തിൽ വരുന്ന ഒരാൾ, അത് മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും, അദ്ദേഹം ജനങ്ങളുടെ ദാസനാണ് എന്ന തത്വം അല്ലെങ്കിൽ സത്യം കൂടെ ഓർക്കുന്നതും പറയുന്നതും നല്ലത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് ഈയിടെയായി നല്ല രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതി മാറണം, ശൈലി മാറണം എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റൈൽ ഈസ് ദ മാൻ എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ച് ഒരു ശൈലിയുണ്ട്, ആ ശൈലിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഞാനൊരു CPM-ൻ്റെ വക്താവ് എന്ന നിലയ്ക്കല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഉദാഹരണത്തിന് നവകേരള യാത്രയിൽ ഉണ്ടായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങൾ, അത് അവർ പ്രതിഷേധിക്കുന്നവർ ബസ്സിനടിയിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി പിടിച്ചു മാറ്റിയതാണ്, അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുള്ള ന്യായീകരണം നമ്മൾ അന്ന് മുതലേ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രി അത് ആവർത്തിക്കുന്നുണ്ട്. അത് അത്ര ശരിയായ ഒരു വിശദീകരണം ആയി എനിക്ക് തോന്നുന്നുമില്ല. കാരണം ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പരിഹാസത്തിനും മറ്റു രീതിയിലുള്ള വ്യാഖ്യാനത്തിനും ഇടവരുത്തും എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അത് ഏത് രീതിയിലാണെങ്കിലും അതിന് SFIക്കാരെയോ DYFIക്കാരെയോ ആരും ചുമതലപ്പെടുത്തി. സെബാസ്റ്റ്യൻ പോൾ, രക്ഷാപ്രവർത്തനം എന്ന വാക്ക് അന്നും കൃത്യമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അത് ആവർത്തിക്കുമ്പോൾ തീരെ കൃത്യമാകുന്നില്ല അല്ലേ? തീർച്ചയായും എനിക്ക് ആ വാക്കിനോട് യോജിപ്പില്ല. കാരണം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. ചുരുങ്ങിയ പക്ഷം പ്രളയം വന്നപ്പോഴെങ്കിലും ആ വാക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുകയും ആ അർത്ഥമറിഞ്ഞ് പലരും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തതൊക്കെ നമ്മൾ അനുഭവിച്ചവരാണല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ആദ്യം വിശദീകരിച്ചപ്പോൾ അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴും അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പല കാരണങ്ങളും പാർട്ടി തന്നെ സ്വയം കണ്ടെത്തിയിട്ടുണ്ട്. ആ കാരണങ്ങളിൽ ഉന്നി നിൽക്കുന്ന വിശദീകരണം ഇപ്പോഴും നൽകിയാൽ അത് ശരിയാവുകയുമില്ല. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ ദാസനാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ അർത്ഥം അറിഞ്ഞ് തന്നെയാണ് പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. മുഖ്യമന്ത്രി ജനങ്ങളുടെ ദാസൻ ആയിരിക്കുകയും വേണം.